الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ, ഈ ലോകം സൃഷ്ടിച്ചു നിയന്ത്രിക്കുന്ന നാളെ പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥനായ റബ്ബുൽ ആലമീൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് വളരെ ആത്മാർത്ഥമായി എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നന്മകൾക്ക് അവസരം ലഭിക്കുമ്പോൾ മാറി നിൽക്കുന്ന ആളുകളുണ്ട്. ജുമാ ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് മടി കാണിക്കുന്ന ആളുകൾ, മാതാപിതാക്കൾ വിളിച്ചാൽ മറുപടി കൊടുക്കാൻ മടി കാണിക്കുന്നവർ, യുവത്വവും ആരോഗ്യവും സമൂഹത്തിന് വേണ്ടി ഉപയോഗിക്കാൻ മടിക്കുന്ന ആളുകൾ, ഖുർആന്റെ പഠനത്തിനും പാരായണത്തിനും പ്രയോഗത്തിനും മടി കാണിക്കുന്നവർ. ഇത്തരത്തിൽ മടി കാണിക്കുന്നത് ഇരു ലോകത്തും വലിയ നഷ്ടമുണ്ടാക്കുമെന്ന് നമുക്കറിയാം. അള്ളാഹു ആവശ്യപ്പെടുന്നത് ഒരു മുഅ്മിൻ ഏത് സമയവും ഊർജ്ജസ്വലനായിരിക്കണമെന്നാണ്, അല്ലാതെ മടിയന്മാരായി ജീവിക്കാനില്ല. മൂസാ അലൈഹിസ്സലാം നബിയോട് അള്ളാഹു പറഞ്ഞത് ഇദ്ഹബ് അൻത വഅഖൂക ബിആയാതി വലാ തനിയാ ഫീ ദിക്രി, നീയും നിന്റെ സഹോദരനും എൻ്റെ ദൃഷ്ടാന്തങ്ങളുമായി പോകുക, എന്നെ സ്മരിക്കുന്നതിൽ നിങ്ങൾ അമാന്തിക്കരുത്, മടി കാണിക്കരുത്. വലാ തനിയ, ഫിർഔൻ എന്ന മഹാകിരാതനായ രാജാവിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഇവരുടെ ഭാണ്ഡത്തിലുണ്ടാകേണ്ട ഏറ്റവും വലിയ വിഭവമാണ് ദിക്ർ എന്നത് എന്ന് ഹാറൂൻ അലൈഹിസ്സലാമിനോടും മൂസാ അലൈഹിസ്സലാമിനോടും അള്ളാഹു ഉപദേശിക്കുകയാണ്. ഈ ആയത്തിലെ വലാ തനിയ എന്ന വാക്കിന് ശൈഖ് സഅദി റഹ്മത്തുള്ളാഹി പറഞ്ഞ വ്യാഖ്യാനം, എന്നെ പതിവായി ഓർക്കുന്നതിൽ നിങ്ങൾ മടി കാണിക്കുകയോ വീഴ്ച വരുത്തുകയോ ചെയ്യരുത് എന്നാണ്. വിശ്വാസി മടി ഒഴിവാക്കണം. ഫൈദ ഫറഗത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്, ആകയാൽ നിനക്ക് ഒഴിവ് കിട്ടിയാൽ നീ അധ്വാനിച്ചു കൊള്ളുക, നിന്റെ രക്ഷിതാവിലേക്ക് തന്നെ നീ ആഗ്രഹം പ്രകടിപ്പിക്കുക. അള്ളാഹുവിലേക്ക് ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള പ്രവർത്തനങ്ങളിൽ മടി കാണിക്കാതെ മുന്നോട്ട് പോകണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുകയാണ്. ജോലിയെടുക്കാത്ത വ്യക്തിയെ കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്താണ്? ഉമർ റളിയല്ലാഹു അൻഹു ഒരാളെ കണ്ടു, അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് ജോലി എന്ന് അന്വേഷിച്ചു.
ജോലിയൊന്നും ഇല്ലെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന് ഒരു വിലയും കൽപ്പിക്കുന്നില്ലെന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്. വരുമാനമുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു ജോലി, എന്തെങ്കിലും ഒരു ബിസിനസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ജീവിതത്തിൽ ചെയ്യണം. കാരണം അത് സമൂഹത്തിന് ഉപകാരപ്പെട്ട കാര്യമാണ്, കുടുംബത്തിന് ഉപകാരപ്പെട്ട കാര്യമായിരിക്കും ഒരു ജോലി എന്നത്. അതുമാത്രമല്ല, ഒരാൾ എന്തെങ്കിലും കാര്യത്തിൽ ഇടപെട്ടിട്ടില്ലെങ്കിൽ അയാൾക്ക് ഡിപ്രഷൻ വരും, അയാൾക്ക് ആശങ്ക വരും, അയാൾക്ക് ഭയം വരും, അയാൾക്ക് ദേഷ്യം വരും. അതുകൊണ്ട് തന്നെ ഒരു പണിയുമില്ലാതെ നടക്കുക എന്നത് ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മടിയനായി മാറ്റാനുള്ള കാരണം അതുമാത്രം മതി. മടി കാരണം ജോലിക്ക് പോകാതിരിക്കുന്നത് ആണ് ഇവിടെ ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ മടി പിടിച്ചിരിക്കുക എന്നതൊരിക്കലും ശരിയല്ല. എനിക്ക് ആ ജോലി പറ്റുകയില്ല, ഈ ജോലി പറ്റുകയില്ല, അതെൻ്റെ കുടുംബത്തിന് യോജിച്ചതല്ല, എൻ്റെ സാമൂഹിക നിലവാരത്തിന് യോജിച്ചതല്ല, എൻ്റെ വ്യക്തിത്വത്തിന് യോജിച്ചതല്ല എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അതിൽ നിന്ന് മാറി ഏത് ജോലിയും ചെയ്യാനുള്ള കഴിവും മടിയില്ലായ്മയും ഒരു മനുഷ്യന് വന്നു ചേരണം. മടിയെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞതെന്നാൽ മനുഷ്യനെ മടി കൊല്ലുന്ന ഒരു രോഗമാണ്, മനുഷ്യനെ കൊല്ലുന്ന ഒരു രോഗമാണ് മടി. അൽക്കസിലു മറന്നില്ല, മടി മാരകമായ രോഗമാണ്. മടി കാണിക്കുകയും എന്നിട്ട് ദുർബലതയെന്ന് പറഞ്ഞ് സമാധാനിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. എനിക്കൊന്നിനും കഴിയില്ല, ഞാനൊന്നും ചെയ്യാൻ ആളല്ല, ഞാൻ വളരെ ദുർബലനാണ് എന്ന് സ്വയം വ്യാഖ്യാനിക്കുകയും പ്രഖ്യാപിക്കുകയും ആ മടിയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് ദുർബലത, അൽ ആജിസ്, മടി, അൽ കസിൽ തമ്മിലുള്ള വ്യത്യാസം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് മടി? ഫർഖുൽ ബൈനൽ ആജിസ് വൽ കസിൽ. അൽ കസിൽ തറക ശൈഉൻ മഅൽ ഖദ്ർ അലാ അൽ അഖദ ഫി അമലിഹി വൽ ആജിസ് അദമുൽ ഖദ്ർ. ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മഹുല്ലാഹ് പറയുകയാണ്, ആജിസും കസിലും തമ്മിലുള്ള വ്യത്യാസം എന്താ? കസിൽ എന്നാൽ ഒരു കാര്യം ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കുക, അത് ഉപേക്ഷിക്കലാണ്. ചെയ്യാൻ കഴിവുണ്ട് എന്നിട്ടും ചെയ്യാത്തതിനാണ് മടി എന്ന് പറയുക. എന്നാൽ ചെയ്യാനുള്ള കഴിവില്ലായ്മയാണ് അജ്സ്. അത് അജ്സ് ഉണ്ടെങ്കിൽ അവന് ഉദറുണ്ട്, എന്നാൽ കസിലുണ്ടെങ്കിൽ അവന് ഉദറില്ല. കാരണം കസിൽ എന്നത് കഴിവുണ്ടായിട്ടും മടി പിടിച്ചു നിൽക്കുന്നവനാണ്. മടി ബാധിച്ചവന് യാതൊരു നന്മയും ചെയ്യാൻ കഴിയുകയില്ല, അവനെല്ലാ നന്മയിൽ നിന്നും വിട്ടു നിൽക്കേണ്ടി വരും. അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ സഅദി റഹ്മഹുല്ലാഹ് പറയുന്നു, മടി അത് നിരാശയുടെയും പരാജയത്തിൻ്റെയും അടിസ്ഥാനമാണ്. പരാജയത്തിൻ്റെയും നിരാശയുടെയും അടിസ്ഥാനമാണ്. അപ്പോൾ ഒരു മടിയന് യാതൊരു നന്മയും ലഭിക്കുകയില്ല, യാതൊരു ആദരവും നേടാനാവുകയുമില്ല, ദുനിയാവിൻ്റെയോ ദീനിൻ്റെയോ യാതൊരു സൗഭാഗ്യവും അവനുണ്ടായിരിക്കുകയില്ല. മടി എന്നത് നമ്മുടെ വ്യക്തിത്വത്തെ കുറച്ച് കാണിക്കും, നമ്മുടെ ജീവിത നിലവാരത്തെ കുറച്ച് കാണിക്കും, നമ്മുടെ ഇവിടെയുള്ള ജീവിത സുഖത്തെ ഇല്ലായ്മ ചെയ്യും. യാ അയ്യുഹല്ലദീന ആമനൂ, മുനാഫിഖിന്റെ സ്വഭാവത്തെ കുറിച്ച് പറയുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഖുദൂ ഖിദ്റക്കും ഫൻഫിറൂ സുബാതൻ അവ ഇൻഫിറൂ ജമീഅ. ഹേ വിശ്വസിച്ചവരെ, നിങ്ങൾ നിങ്ങളുടെ ജാഗ്രത കൈക്കൊള്ളുവിൻ. അങ്ങനെ പല കൂട്ടങ്ങളായി യുദ്ധത്തിന് പുറപ്പെടുക, അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ച് പുറപ്പെട്ടുകൊള്ളുക. അന്നത്തെ യുദ്ധത്തിന്റെ ആഹ്വാനത്തെ കുറിച്ച് പറയുകയാണ്. ഇത് പറഞ്ഞതിന് ശേഷം അടുത്ത ആയത്തിൽ എന്താ പറയുന്നത്? വഇന്ന മിൻകും ലമൻ ലയുബത്തിഅന്ന ഫഇന്ന അസാബതുകും മുസീബത്തുൻ ഖാല ഖദ് അൻഅമ അല്ലാഹു അലയ്യ ഇദ് ലം നകും മഅകും ഷഹീദാ. നിശ്ചയമായും മടിച്ചു പിന്നോക്കം നിൽക്കുന്ന ചിലർ നിങ്ങളിൽ തന്നെയുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് വല്ല വിപത്തും ബാധിച്ചുവെങ്കിൽ അവർ പറയും, ഞാൻ അവരോടൊപ്പം ഹാജരുള്ളവനല്ലാതിരുന്ന സ്ഥിതിക്ക് തീർച്ചയായും എൻ്റെ മേൽ അനുഗ്രഹം ചെയ്തിരിക്കുന്നു. ഞാൻ യുദ്ധത്തിന് പോകാത്തത് നന്നായി, മടിച്ചു നിന്നത് നന്നായി. പരാജയപ്പെട്ടാൽ അവൻ അങ്ങനെ പറയും. ഇനി വിജയിച്ചാലോ? വലയിൻ അസ്വാബകും ഫദ്ലും മിനല്ലാഹ് ലയഖൂലുന്ന കഅൻ ലം തകുൻ ബൈനകും വബൈനഹു മവദ്ദത്തുൻ യാ ലൈതനി കുൻത മഅഹും ഫഅഫൂസ ഫൗസൻ അദീമാ. അല്ലാഹുവിൽ നിന്ന് വല്ല അനുഗ്രഹവും അഥവാ മെച്ചവും നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ ലാകട്ടെ, നിങ്ങൾക്കും അവനുമിടയിൽ ഒരു സ്നേഹബന്ധവും ഉണ്ടായിട്ടില്ലാത്തതുപോലെ അവൻ പറയുക തന്നെ ചെയ്യും, അയ്യോ ഞാൻ അവരോട് കൂടെ കൂടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അവൻ പറയും. എന്നാൽ എനിക്ക് വമ്പിച്ച സൗഭാഗ്യം ലഭിച്ചിരുന്നു. വിജയമുണ്ടാകുമ്പോൾ ഇസ്ലാമിൻ്റെ കൂടെ നിൽക്കുകയും
പരാജയമുണ്ടാകുമ്പോൾ ഞാൻ ഇസ്ലാമല്ലെന്ന് വ്യംഗ്യമായി സൂചിപ്പിക്കുകയും ചെയ്യുക എന്നത് മുനാഫിക്കിന്റെ ലക്ഷണമാണ്. കാരണം എന്താ? അവന്റെ മടിയാണ് അവനെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുന്നത്. അവന്റെ മടിയാണ് അങ്ങനെ ചെയ്യിപ്പിക്കുന്നത്. ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാലാ യുറാഊന അന്നാസ വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീലാ. നിശ്ചയമായും കപടവിശ്വാസികൾ അല്ലാഹുവിനോട് വഞ്ചന പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അവനാകട്ടെ അവരെ വഞ്ചിക്കുന്നവനുമാകുന്നു. അവർ നമസ്കാരത്തിൽ നിൽക്കുന്നതായാൽ മടിയന്മാരായി കൊണ്ട് നിൽക്കുന്നതാണ്. അതെ, അവർ മനുഷ്യരെ കാണിക്കുവാനായി ചെയ്യുന്നു. അവർ അള്ളാഹുവിനെ വളരെ കുറച്ചേ ഓർക്കുകയുള്ളൂ, അല്പമായിട്ടല്ലാതെ അള്ളാഹുവിനെ ഓർക്കുകയില്ല. ഇത് മടിയുടെ ലക്ഷണമാണ്. നമസ്കാരത്തിൽ മടി കാണിക്കുന്നു, ആളുകളെ കാണിക്കാൻ വേണ്ടി നമസ്കരിക്കുന്നു. നമസ്കാരത്തിൽ അള്ളാഹുവിനെ കുറച്ചു മാത്രം ഓർക്കുന്നു. മടിയന്മാരുടെ ലക്ഷണം. മടിയന്മാർ പതുക്കെ നിഫാക്കിലേക്ക് പോകും. മുനാഫിക്കിന്റെ എല്ലാ ലക്ഷണം പറഞ്ഞെടുത്തും പ്രകടനപരതയാണ് എടുത്തു പറഞ്ഞത്, റിയാ ആണ് എടുത്തു പറഞ്ഞത്. ഈ റിയാ ഉണ്ടാകുന്നത് മടിയുടെ വിഷയത്തിലാണ്. മടിയുള്ള ആൾ എനിക്ക് മടിയില്ലെന്ന് കാണിക്കാൻ വേണ്ടി പുറമെ കാണിക്കുകയും ഉള്ളിൽ മടി കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. അധികാരം നഷ്ടമായ ചരിത്രമുണ്ട്. അബ്ദുൽ വാഹിദ് ബിൻ സുലൈമാൻ ബിൻ അബ്ദുൽ മാലിക് രാജകുടുംബാംഗമാണ്. അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, നിങ്ങളുടെ അധികാരം എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്? അദ്ദേഹം പറഞ്ഞു, പ്രഭാത സമയങ്ങളിൽ ഉറക്കവും രാത്രിയിലെ മദ്യപാനവും കാരണം. രാത്രിയുള്ള മദ്യപാനം, പകല് രാവിലെയുള്ള ഉറക്കം. അതായത് ബർക്കത്തിറങ്ങുകയും ആളുകളെല്ലാം കർമ്മനിരതരാകുകയും ചെയ്യുന്ന പ്രഭാത സമയത്ത് അദ്ദേഹത്തിന്റെ പൂർവ്വപിതാക്കളായ രാജാക്കന്മാർ ഉറങ്ങുകയായിരുന്നു. ആളുകൾ രാത്രി നമസ്കരിക്കുന്ന സമയത്ത് അവർ മദ്യപിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് പല മുസ്ലിം രാജാക്കന്മാർക്കും അവരുടെ അധികാരം നഷ്ടമായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ. അല്ലാഹുവേ, എൻ്റെ ഉമ്മത്തിന്റെ പ്രഭാത സമയത്ത് നീ അവർക്ക് ബർക്കത്ത് ചൊരിയണേ. നിങ്ങൾ സ്വയം നെഞ്ചിൽ കൈവച്ചാലോചിക്കൂ. ഇന്ന് സുബഹിന് ശേഷം ഉറങ്ങിയോ? ഇന്നലെ സുബഹിന് ശേഷം ഉറങ്ങിയോ? മിനിഞ്ഞാന്ന് സുബഹിക്ക് ശേഷം ഉറങ്ങിയോ? കഴിഞ്ഞ മാസത്തിൽ ഏതെങ്കിലും ദിവസം സുബഹിന് ശേഷം ഉറങ്ങിയോ? ബർക്കത്തിറങ്ങുന്ന സമയത്ത് ഉറങ്ങിയാൽ എന്ത് സംഭവിക്കും? മടിയന്മാരാണ് സുബഹിക്ക് ശേഷം ഉറങ്ങുക. സുബഹിക്ക് ശേഷം ഉറങ്ങാനുള്ള സമയമല്ല, ദിക്ർ ചൊല്ലാനുള്ള സമയമാണ്. ആ ദിവസത്തെ മഈശത്ത് തേടാൻ വേണ്ടി തയ്യാറാകേണ്ട സമയമാണ്. ആ സമയത്ത് ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യങ്ങളെ അയച്ചിരുന്നത് പ്രഭാതത്തിൽ രാജ്യത്തെ സമയത്തിലാണ്. ഇത് ഒരു ചര്യയാണ്. മൃഗങ്ങളും പക്ഷികളും കൊണ്ടു നടക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. രാവിലെ 4 മണി മുതൽ രാവിലെ 10 മണി വരെ ഒരാളെടുക്കുന്ന വർക്ക് അയാൾക്ക് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ ചെയ്യാൻ കഴിയുകയില്ല. 6 മണിക്കൂറാണ്. ആ രാവിലെയുള്ള 6 മണിക്കൂർ നമ്മൾ ചെയ്യുന്ന ആ വർക്ക് എത്രത്തോളം ഫലപ്രദമാകും നമ്മൾ ആലോചിക്കണം, ചിന്തിക്കണം. ആ സമയം കൂടുതൽ പുറത്തേക്കിറങ്ങി സജീവമാകാൻ നമ്മൾ തയ്യാറാകണം. ലൗ അന്ന തവക്കൽനാ അലല്ലാഹി ഹഖ തവക്കുലിഹി ലറസിഖ്തും കമാ തർസുഖു ത്വയ്ർ തഅദു ഖിമാസാ വതറൂഹു ബിതാന. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിൽ യഥാർത്ഥ തവക്കുൽ ചെയ്തവർ പക്ഷികളെ പോലെയാണ്. അവർ ഭക്ഷണത്തിന്റെ രാവിലെ ഒഴിഞ്ഞ വയറുമായി പോകും, വൈകുന്നേരം തിരിച്ചു വരും. അതുകൊണ്ട് രാവിലെ വിശ്രമിക്കുന്ന ഒരവസ്ഥ ഒരു മൃഗത്തിനുമില്ല, ഒരു പക്ഷിക്കുമില്ല. അതേപോലെ മനുഷ്യനും രാവിലെ എഴുന്നേറ്റ് അവരുടെ ജോലികളിൽ വ്യാപൃതരാകണമെന്നർത്ഥം. ഇബാദത്തിന്റെ ആപത്താണ് മടി. ഇബാദത്തിന് വരുന്ന ഏറ്റവും വലിയ ചിതലാണ് മടി. അതിന് വരുന്ന വൈറസാണ് മടി. ലികുല്ലി ശൈഇൻ ആഫത്തുൻ വആഫാത്തുൽ ഇൽമുൻ നിസിയാൻ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എല്ലാ കാര്യത്തിനും ആഫത്തുണ്ട്, അപകടങ്ങളുണ്ട്. അറിവിന്റെ അപകടം മറവിയാണ്, ഇബാദത്തിന്റെ അപകടം മടിയാണ്. അറിവിന്റെ അപകടം മറവിയാണ്, ഇബാദത്തിന്റെ അപകടം മടിയാണ്. മുഹമ്മദ് ബിൻ അലിയെ പറയുകയാണ്, അദ്ദേഹത്തിന്റെ മകനോട് പറയുകയാണ്, യാ ബുനയ്യ, ഹേ പൊന്നു മകനെ, ഇയ്യാക വൽ കസ്ലു വൽ ലജർ,
നീ വിരസതയെ സൂക്ഷിക്കണം, നീ മടിയെ സൂക്ഷിക്കണം. എല്ലാ തിന്മയുടെയും താക്കോലാണത്. നിനക്ക് നിന്റെ ബാധ്യതകൾ നിർവഹിക്കാൻ മടി തടസ്സമായിരിക്കും, നിന്റെ ഹക്ക് നിർവഹിക്കാൻ മടി തടസ്സമായിരിക്കും. സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ, സത്യത്തിൽ ക്ഷമയോട് നിൽക്കാൻ വിരസത നിന്നെ തടസ്സപ്പെടുത്തും. അതുകൊണ്ട് വിരസതയും മടിയും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം കാണണം. ونفقاتكم إلا أنهم كفروا بالله ورسوله ولا يأتون الصلاة إلا وهم كسالى ولا ينفقون إلا وهم كارهون. അവരിൽ നിന്ന് അവരുടെ വക ചിലവുകൾ സ്വീകരിക്കപ്പെടുന്നതിന് അവരെ തടസ്സം ചെയ്തിട്ടില്ല. അവർ അല്ലാഹുവിലും അവന്റെ റസൂലിലും അവിശ്വസിച്ചിരിക്കുന്നുവെന്നല്ലാതെ. അവിശ്വസിച്ചവരുടെ പ്രത്യേകത എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങിയ ഖുർആനിൽ അല്ലാഹു പറയുന്നു, അല്ലാഹുവിലും റസൂലിലും അവിശ്വസിച്ചവരുടെ ലക്ഷണം വലാ യഅ്തൂന സ്വലാത ഇല്ലാ വഹും കുസാല, മടിയന്മാരായല്ലാതെ അവർ നമസ്കാരത്തിലെത്തുകയില്ല. വലാ യുൻഫിഖൂന ഇല്ലാ വഹും കാരിഹൂൻ, അവർ ചെലവഴിക്കുകയാണെങ്കിൽ വെറുപ്പോടുകൂടി അല്ലാതെ ചെലവഴിക്കുകയില്ല. ഒരു പിരിവിന് വന്നാൽ, അല്ലെങ്കിൽ ഒരു പിരിവ് ബക്കറ്റിലേക്ക് ഇടണമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് വളരെ മടിയോടുകൂടി ഏറ്റവും ചെറിയ സംഖ്യ എടുത്ത് ദാനം ചെയ്യുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ അവിടെ മടിയുണ്ട്. നമസ്കാരത്തിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ നമസ്കാരം നീട്ടിവെക്കുമ്പോൾ, സമയത്ത് നിർവഹിക്കാതിരിക്കുമ്പോൾ, ജമാഅത്തിന് പങ്കെടുക്കാതിരിക്കുമ്പോൾ, അതൊക്കെ മടിയുടെ ഭാഗമാണെന്ന് തിരിച്ചറിയണം. വഹബ് ഇബ്നു മുനബ്ബഹ് റഹിമഹുല്ലാഹ് പറഞ്ഞു, ഒരാൾ ധാരാളമായി ഇബാദത്ത് ചെയ്താൽ അവന്റെ ശക്തി വർദ്ധിക്കും. ഇബാദത്തിന്റെ അളവിനനുസരിച്ച് അവന്റെ ശക്തി വർദ്ധിക്കും. ഒരാൾ മടി കാണിച്ചാൽ അവന്റെ ഉന്മേഷക്കുറവ് വർദ്ധിക്കും. എനിക്കൊരു ഉന്മേഷമില്ല, എനിക്കെന്തോ ഒരു സുഖമില്ലാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇബാദത്തിന്റെ അളവ് കുറഞ്ഞിട്ടുണ്ട്, ഇബാദത്തിലേക്കുള്ള ശ്രദ്ധ കുറഞ്ഞിട്ടുണ്ട്, ഇബാദത്ത് നല്ല നിലയ്ക്ക് നിർവഹിക്കണമെന്ന ആഗ്രഹം ഇല്ലാണ്ടായി പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് മടി വരുന്നത്. ഒരാൾ ധാരാളമായി ഇബാദത്ത് ചെയ്താൽ അയാളുടെ ശക്തി വർദ്ധിക്കും, ഊർജ്ജസ്വലനാവും. ഒരാൾ മടി കാണിച്ചാൽ അവന്റെ ഉന്മേഷക്കുറവ് വർദ്ധിക്കുകയും ചെയ്യും. മടി പിശാചിന്റെ അമ്പാണ്. അശ്ശൈത്താനു ജാതിമു അലാ ഖൽബി ഇബ്നി ആദം ഫഇദാ ദക്കറല്ലാഹ ഖനസ വഇദാ ഗഫല വസ്വസ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മനുഷ്യ ഹൃദയത്തിൽ പിശാച് എപ്പോഴും സന്നിഹിതനാണ്. മനുഷ്യൻ മറക്കുകയോ അശ്രദ്ധനാവുകയോ ചെയ്താൽ പിശാച് ദുർബോധനം നടത്തും. അവൻ അല്ലാഹുവിനെ ഓർത്താൽ പിശാച് പിന്തിരിയും. ദിക്റുള്ള, അതാണ് പിശാചിൽ നിന്ന് പ്രൊട്ടക്ഷൻ ലഭിക്കാനുള്ള മാർഗം. അത് സ്വീകരിച്ചാൽ മടിയില്ലാതെയായി തീരും. പിശാചിന്റെ സാന്നിധ്യം തിരിച്ചറിയുക. നിങ്ങൾ ഉറക്കത്തിൽ നിന്നുണർന്നാൽ വുദു ചെയ്യുക, 3 പ്രാവശ്യം മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക. പിശാച് നിങ്ങളുടെ തരിമൂർക്കിൽ രാപ്പാർക്കുന്നു എന്ന് നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റാൽ എന്ത് ചെയ്യണം? രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥന ചൊല്ലി എഴുന്നേൽക്കണം, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം, അതേപോലെ നിസ്കരിക്കണം. ഈ 3 കാര്യമുണ്ടെങ്കിൽ ഒരാളിൽ നിന്നും ആ ദിവസത്തെ പിശാച് അവരിൽ നിന്ന് അകന്നു പോകും. പിശാച് നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ പിരടയിൽ 3 കെട്ടിടുന്നു. ഓരോ കെട്ടും മുറുക്കി പിശാച് പറയും, ഉറങ്ങിക്കോളൂ എന്ന്. ദീർഘമായ രാത്രി ഉണ്ടെന്ന് പറയും. ഉണരുമ്പോൾ അല്ലാഹുവിനെ സ്മരിച്ചാൽ 1ാമത്തെ കെട്ട് അഴിയും. വുളു ചെയ്താൽ ആ 1 കെട്ട് കൂടി അഴിയും. നമസ്കരിച്ചാൽ 3ാമത്തെ കെട്ടും അഴിയും. അങ്ങനെ നല്ല മനസ്സോടെ ഉന്മേഷവാനായി അവൻ പ്രഭാതത്തിലെത്തും. അങ്ങനെയല്ല എങ്കിൽ മടിയനും ദുഷിച്ച മനസ്സുള്ളവനുമായി പ്രഭാതത്തിലെത്തും. അപ്പോൾ മടി മാറാനുള്ള മാർഗം എന്താ? പ്രാർത്ഥിച്ചെഴുന്നേൽക്കുക, വുളുവെടുക്കുക, നമസ്കരിക്കുക. ഇന്ന് ഉന്മേഷത്തോടുകൂടി ജീവിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. ഉന്മേഷത്തോടുകൂടി ജീവിക്കുന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തജിദൂന الناس كإبل مئة لا تجد فيها راحلة. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ജനങ്ങളെ നിങ്ങൾക്ക് 100 ഒട്ടകങ്ങളെ പോലെ കാണാം,
ജനങ്ങളെ കാണുമ്പോൾ 100 ഒട്ടകങ്ങളെ പോലെ കാണാം, കുറേ ആളുകളെ കാണാം. എന്നാൽ അവയിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒന്നിനെ പോലും കണ്ടെത്താൻ കഴിയുകയില്ല. അഥവാ ഉപകാരമുള്ള ഒരു മനുഷ്യനെ പോലും കണ്ടെത്താൻ പറ്റാത്ത അവസ്ഥ വരും. അത് മടിയുടെ കാരണമാണെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ശക്തരും ആകാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഅഹബ്ബ ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ളഈഫ് വഫീ കുല്ലി ഖൈറിൻ. ദുർബലനായ വിശ്വാസിയേക്കാൾ അല്ലാഹുവിന് ഇഷ്ടം ശക്തനായ വിശ്വാസിയെയാണ്. എല്ലാവരിലും നന്മയുണ്ട്. നിനക്ക് ഉപകാരമുള്ള വിഷയത്തിൽ നീ താല്പര്യം കാണിക്കണം. അൽ ഹിർസു അലാ മാ യൻഫഉ വലാ തഅജസ്. നീ അതിലെന്ത് ചെയ്യരുത്? വിരസത കാണിച്ച് മുന്നോട്ട് പോകരുത്. ഫഇൻ ഗലബക അംറുൻ ഫഖദ് ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅൽ വഇയ്യാക വല്ലൗ ഫഇന്നൽ ലൗ യഫ്തഖു അലാ അമലി ശൈത്താൻ. അല്ലാഹുവിനോട് നീ സഹായം തേടണം. അശക്തനാവരുത്. നിനക്ക് എന്തെങ്കിലും ബാധിച്ചാൽ ഞാൻ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഇങ്ങനെയാകുമായിരുന്നു എന്ന് നീ പറയരുത്. ലൗ എന്ന വാക്ക് പറയരുത്. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെയാകുമായിരുന്നു എന്ന് നീ പറയരുത്. മറിച്ച് നീ പറയുക, നീ എന്തു പറയണം? ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅൽ. അള്ളാഹു നിശ്ചയിച്ചതുപോലെ പ്രവർത്തിച്ചു എന്നത് മാത്രമേ പറയാറുള്ളൂ. ലൗ അങ്ങനെയെങ്കിൽ എന്ന പദം പിശാചിന്റെ പ്രവർത്തനത്തെ തുറക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പൈശാചികമായ ഒരു കാര്യമാണ് മടിയെന്ന് മനസ്സിലാക്കുകയും പിശാചിൽ നിന്നും പ്രൊട്ടക്ഷൻ നേടാനുള്ള കാര്യങ്ങൾ സ്വീകരിക്കുകയും മടിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഉന്മേഷവാനായി ഉത്സാഹമുള്ള മുഅ്മിനായി മുസ്ലിമായി മുഖ്ലിസായി മുഹ്സിനായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അത്തരം ആളുകളിൽ അല്ലാഹു തആല നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോട് തുറന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മടിക്ക് ചികിത്സയുണ്ട്. മടി ഒരു രോഗമാണെങ്കിൽ അതിന് മരുന്നുമുണ്ടാകും. കൃത്യമായി ചികിത്സിക്കണം. അള്ളാഹു എല്ലാ രോഗത്തിനും മരുന്നിറക്കിയിട്ടുണ്ട്. നമ്മുടെ മടിയിൽ നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും ആ മടി അലങ്കാരമായി കൊണ്ടു നടക്കുകയും ചെയ്യും. കാരണം പിശാച് സുജ്ജിന ലഹും ശൈത്വാന അഅ്മാലഹും. അവിടെ പ്രവർത്തനത്തിന് നല്ല പ്രവർത്തനമായി ആര് കാണിച്ചു കൊടുക്കും? പിശാച് കാണിച്ചു കൊടുക്കും. മാ അൻസലല്ലാഹു മിൻ ദാഇൻ ഇല്ലാ നസ്സല ലഹു ദവാഅ. മരുന്നിറക്കാത്ത ഒരു രോഗവും അല്ലാഹു ഉണ്ടാക്കിയിട്ടില്ല. അലിമഹു മൻ അലിമഹു. അറിഞ്ഞവൻ അതറിഞ്ഞു. വജഹിലഹു മൻ ജഹലഹു. അറിയാത്തവൻ അത് അറിഞ്ഞില്ല. അപ്പോൾ അറിയാൻ ശ്രമിക്കണം. മരുന്നിനെ കുറിച്ച് അറിയാൻ ശ്രമിക്കണം എന്നാണ് പറയുന്നത്. എപ്പോഴും അല്ലാഹുവിനോട് സഹായം തരണം. വൈനംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹു വൈനംസസ്ക ബിഖൈരിൻ ഫഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നബിയേ, നിനക്ക് അല്ലാഹു വല്ല ഉപദ്രവത്തെയും ബാധിപ്പിക്കുകയാണെങ്കിൽ അവനല്ലാതെ അതിനെ നീക്കം ചെയ്യുന്നവരാരുമില്ല. നിനക്കവൻ വല്ല ഗുണത്തെയും ബാധിപ്പിക്കുകയാണെങ്കിൽ അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനത്രേ. അതാർക്കും തടയുക സാധ്യമല്ല. അതുകൊണ്ട് തന്നെ മടി എന്നത് നമ്മളെ ബാധിക്കുന്ന ഒരു ഉപദ്രവമാണെന്ന് ചിന്തിച്ച് ആ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രാർത്ഥിക്കണം. വമിൻകും മൻ യസ്തമിഊന ഇലൈക അഫഅൻത തുസ്മിഉ സുമ്മും വലൗ കാനൂ ലാ യഅഖിലൂൻ. അവരിൽ നിന്നും ചിലർ നിന്നിലേക്ക് ചെവി കൊടുക്കുന്നവരുമുണ്ട്. എന്നാൽ ബധിരന്മാരെ അവർ ബുദ്ധി കൊടുത്ത് ഗ്രഹിക്കാതിരുന്നാലും നീ കേൾപ്പിക്കുമോ? ബധിരന്മാരായി ജീവിക്കാൻ പാടില്ല. പ്രമാണങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും അതിനുള്ള പരിഹാരങ്ങളെ ജീവിതത്തിലേക്ക് എടുത്തു വെക്കുകയും ചെയ്യണം. മടി വരുന്നതിന് മുമ്പ്, മടി വന്നാലും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. ഇന്ന ദുആഇ യൻഫഉ മിമ്മാ നസല വമിമ്മാ ലം യൻസിൽ ഫഅലൈക്കും ഇബാദുല്ലാഹി ബിദ്ദുആ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സംഭവിച്ചു കഴിഞ്ഞതിലും സംഭവിക്കാത്ത കാര്യത്തിലും പ്രാർത്ഥന ഉപകാരപ്പെടും. അല്ലാഹുവിൻ്റെ അടിമകളെ, നിങ്ങൾ ധാരാളമായി പ്രാർത്ഥിക്കുക എന്നത് പ്രാർത്ഥനയോടുകൂടി ഉന്മേഷം വരും, ഉത്സാഹം വരും, മടി മാറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മടിയിൽ നിന്ന് രക്ഷ ചോദിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസ്ൻ വൽ അജ്സി വൽ കസൽ വൽ ജുബ്നി വൽ ബുഖൽ വളഅഇദ് ദൈൻ വഗലബത്തുർ റിജാൽ. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പ്രാർത്ഥിക്കുമായിരുന്നു: അല്ലാഹുവേ, ദുഃഖം, വിഷാദം, ദുർബലത, അലസത അഥവാ മടി,
പിശുക്ക്, ഭീരുത്വം, കടത്തിൻ്റെ ഭാരം, ആളുകൾക്ക് വിധേയമാകൽ എന്നിവയിൽ നിന്നെല്ലാം ഞാൻ നിന്നോട് അഭയം തേടുന്നു. രാവിലെ അദ്കാറു സബാഹിൽ നിരന്തരമായി പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണിതെന്ന് നമ്മൾ ഓർക്കുക. എന്നാൽ മടിയന്മാർക്ക് പ്രാർത്ഥിക്കാനും മടിയായിരിക്കും. പ്രാർത്ഥിച്ചാൽ അവരുടെ മടി മാറിയാൽ പിന്നെ അവർക്ക് ആ സുഖം ലഭിക്കില്ലേ എന്ന ചിന്ത പോലും മനുഷ്യന് വന്നു ചേരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങളിൽ ഏറ്റവും അശക്തർ പ്രാർത്ഥിക്കാൻ പോലും ശക്തിയില്ലാത്തവരാണ്. പ്രാർത്ഥിക്കാൻ പോലും ശക്തിയില്ലാത്ത മടിയന്മാരാണ് ഈ ജനങ്ങളിൽ ഏറ്റവും അശക്തർ. ഏറ്റവും വലിയ പിശുക്കന്മാർ സലാം പറയാൻ പിശുക്ക് കാണിക്കുന്നവരാണ്. പിശുക്കിൽ ഏറ്റവും വലുത് സലാം പറയാതിരിക്കലും, മടിയിലേറ്റവും വലുത് അശക്തിയിലേറ്റവും വലുത് പ്രാർത്ഥിക്കാതിരിക്കലുമാണ്. മടി കാണിച്ചാലുള്ള പര്യവസാനത്തെക്കുറിച്ച് ആലോചിക്കണം. ഇബ്നു ജൗസി റഹ്മത്തുള്ളാഹി പറഞ്ഞു, പ്രവർത്തനങ്ങളുടെ പ്രതിഫലം അറിയാത്തവന് എല്ലാ അവസ്ഥയിലും അത് ഭാരമായിരിക്കും. നമസ്കാരം ഭാരമാകുന്നതിന് കാരണം എന്താ? അതിൻ്റെ പ്രതിഫലം അറിയില്ല. ഒന്നാമത്തെ സഫിന്റെ വില അറിഞ്ഞാൽ നറുക്കെടുക്കും, എന്നിട്ട് ഒന്നാമത്തെ സഫിന്റെ വലതുഭാഗത്ത് നിൽക്കും. സുബഹിയുടെയും ഇശായിന്റെയും ജമാഅത്തിന്റെ പ്രതിഫലം അറിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇഴഞ്ഞിട്ടാണെങ്കിലും പള്ളിയിലെത്തും. മടി കാരണം ജുമാക്കും ജമാഅത്തിനും പോകാത്തവരുണ്ട്. അങ്ങനെയുണ്ട്. ഒരു വെയിലറിച്ചാൽ മാത്രം പള്ളിയിൽ വരികയും മഴ പെയ്താൽ പള്ളിയിലേക്കില്ലാതെ വീട്ടിൽ നിന്ന് നമസ്കരിക്കുകയും ചെയ്യുന്ന മടിയന്മാരുണ്ട്. 3 ജുമ ഒഴിവാക്കുന്നവരുടെ ഹൃദയത്തിന് അല്ലാഹു സീൽ വെക്കും, പിന്നെ അവർക്ക് ഹിദായത്ത് ലഭിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഉപദേശങ്ങൾ കേൾക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ഹാറൂൻ റഷീദിന് അൽ അത്താഹിയ നൽകിയ ഉപദേശം എന്താണ്? മരണത്തിൻ്റെ കാര്യത്തിൽ നീ താങ്കൾ നിർഭയനാകരുത്. കാവൽക്കാരെ കൊണ്ടും കോട്ടകൾ കൊണ്ട് തടഞ്ഞാലും മരണത്തെ തടയാൻ സാധ്യമല്ല. നീ പരലോകത്ത് രക്ഷ ആഗ്രഹിക്കുന്നു, എന്നാൽ അതിന് വേണ്ട മാർഗങ്ങൾ സ്വീകരിക്കുന്നില്ല. കപ്പൽ ഉണങ്ങിയ വഴികളിലൂടെ സഞ്ചരിക്കുകയില്ല. കപ്പൽ തിരമാലകൾക്കിടയിലായിരിക്കും. കപ്പൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആഞ്ഞുകൊണ്ടിരിക്കും. ആ കപ്പലിൽ മുങ്ങിപ്പോകാതെ കപ്പലിനെ പിടിച്ചു നിർത്തുന്ന ആളാണ് യഥാർത്ഥ ലക്ഷ്യസ്ഥാനമാകുന്ന സ്വർഗത്തിലേക്ക് എത്തുക. മടിയന്മാരുടെ കൂടെ കൂടാതിരിക്കാം. ഒരാൾ മടിയുണ്ടെങ്കിൽ അയാളുടെ കൂടെ കൂടിയാൽ അയാളുടെ ആ രോഗം നമ്മളിലേക്ക് പകർന്നു നമ്മളും മടിയന്മാരാകുമെന്നത് ചിന്തിക്കണം. വെറുതെ ലീവെടുക്കുന്നവരുണ്ട് ജോലിയിൽ നിന്ന്. വെറുതെ ലീവെടുക്കുന്നവർ ഇന്നൊന്ന് വീട്ടിലിരിക്കട്ടെ എന്ന് വിചാരിച്ച്, നമ്മളേറ്റവും ഉത്തരവാദിത്തം ശമ്പളത്തിനാണെങ്കിൽ അതിനോട് കൃത്യമായ അമാനത്ത് പാലിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അതാണ് മുസ്ലിമിന്റെ ഗുണം, അതാണ് മുഅ്മിനിന്റെ ശക്തി, അതാണ് മുഖ്ലിസിന്റെ ഉത്സാഹമെന്ന് മനസ്സിലാക്കണം. അങ്ങനെ മടിയില്ലാതെ ഉണർന്നെണീറ്റ് മടിക്ക് പരിഹാരം കണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളിൽ ഉൾപ്പെടാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അത്തരം ആളുകളിൽ അല്ലാഹു തആല നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ധാരാളമായി ദിക്ർ ചൊല്ലാനും ധാരാളമായി ദുആ ചെയ്യാനുമുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്നും മരിച്ചു പോയ ആളുകൾ അവരുടെ ഖബർ വിശാലമാക്കി അവരെയും നമ്മളെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ആലയിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഹലാലായ മാർഗത്തിലൂടെ കടം വീട്ടാനുള്ള നല്ല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അർഹമായ പ്രതിഫലവും ശിഫാവും ആജിലും അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്.